കണ്ണൂർ നഗരത്തിൽ 2 ദിവസത്തിനിടെ തെരുവ് നായയുടെ കടിയേറ്റത് 75 പേർക്ക്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിൽ കണ്ണൂർ കോർപ്പറേഷന്റെ വീഴ്ചയ്ക്കെതിരെ കൌൺസിൽ യോഗത്തിലും പുറത്തും LDF ശക്തമായ പ്രതിഷേധമുയർത്തി. മേയറുടെ ഡയസിൽ കയറിയായിരുന്നു LDF കൌൺസിലർമാരുടെ പ്രതിഷേധം. പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ കൌൺസിൽ യോഗത്തിലെത്തിയത്. ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ യോഗം തടസ്സപ്പെട്ടു. കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയാണ് നഗരത്തിൽ തെരുവുനായ്ക്കൾ പെരുകാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കഴിഞ്ഞ ഈ 4.5 വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിനെ പഴിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയധികം തെരുവുനായ ശല്യം ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ, കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകണം. പിന്നാലെ പ്രതിപക്ഷ കൌൺസിലർമാരും LDF പ്രവർത്തകരും നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. 2 ദിവസങ്ങളിലായി 75ഓളം പേർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതിൽ 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവരുണ്ട്. തിങ്കളാഴ്ച രാവിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് 16 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. റെയിൽവേ സ്റ്റേഷൻ, പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ സ്റ്റാൻഡ്, കാൾടെക്സ് ജംഗ്ഷൻ തുടങ്ങിയ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം തെരുവുനായ്ക്കൾ കൈയടക്കിയിരിക്കുകയാണ്. അക്രമകാരികളായ തെരുവുനായകൾ പെരുകിയതോടെ ഏതു നേരവും കടിയേൽക്കുമെന്ന ഭീതിയിലാണ് നഗരജീവിതം. കൈരളി ന്യൂസ്, കണ്ണൂർ.